ഈമാനുള്ളവരെ പറ്റി ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലാ. ശരിയായ നിലക്കുള്ള ഈമാനുള്ള ആളാണോ അവനൊരിക്കലും അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിരായി പ്രവർത്തിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയില്ല. ദീനിന്റെ എതിരാളികളായ ബിദ്അത്തുകാരെ, ഈമാൻ ഉറച്ച മുഅ്മിനീങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലാ. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മുബ്തദിഉകളോട് സ്നേഹബന്ധം പുലർത്താൻ, ഇഷ്ടബന്ധം പുലർത്താൻ അവർക്ക് കഴിയില്ല. ആരാണ് സഹോദരങ്ങളെ അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള ആളുകൾ? എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ പണ്ഡിതന്മാർ അൽ മുനാഫിഖൂന വൽ യഹൂദു വൽ ഫുസ്സാഖു വൽ ലമതു വൽ മുബ്തദിഅതു. തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വായിക്കുന്ന ഈ കിതാബ് ആലമ്പാടി ഉസ്താദ് അവറുകളുടെ ശിഷ്യന്മാര് ഉസ്താദ് അവറുകളുടെ മൻഖൂലാത്തിൽ നിന്ന്, ഉസ്താദ് അവറുകൾ എഴുതി വെച്ച ഒരുപാട് ഫായിദകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട്, ഉസ്താദ് അവറുകളുടെ ശേഖരങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി രചിച്ചൊരു കിതാബാണ് അൽ അസ്റാർ വൽ ഫവായിദ്. അതിലൊരു ഭാഗത്ത് ഉസ്താദ് പ്രത്യേകം തലക്കെട്ടിൽ എഴുതി വെച്ചൊരു ഭാഗം റൂഹുൽ ബയാനിൽ നിന്നുള്ളൊരു ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള ആളുകൾ ആരാണ്? അൽ മുനാഫിഖൂൻ, കപടന്മാരാണ്. കപടന്മാര് കണ്ടില്ലേ, കാപ്പട്യം ശരിയാകൂല. കാപ്പട്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒന്നാണ് പുറത്ത് വേറൊന്നുമാണ്. അത് ശരിയാകൂല. ഉടുമ്പിന്റെ മാളം പോലെയാണ്. ഉടുമ്പിനെ കണ്ടില്ലേ? ഉടുമ്പിന്റെ മാളം പോലെയാണ് മുനാഫിക്കിന്റെ അവസ്ഥ. പുറത്ത് വേറൊന്നാണ്, ഉള്ളില് വേറൊന്നാണ്. ഉടുമ്പിനെ വേട്ടയാടാൻ പോയിട്ടുണ്ടോ? പോയാ അറിയും. പെരിച്ചായനെ കണ്ടാലും തിരിയത്. പെരിച്ചായക്കുണ്ട് അങ്ങനെ സ്വഭാവം അല്ലേ? പെരിച്ചായ മാളം കണ്ടില്ല? ഇവിടെ പെരിച്ചായി എന്നല്ലേ പറയല് അല്ലേ? ഞാൻ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ പേര് പറഞ്ഞ പെരിച്ചായി. അതിനുണ്ടാവും രണ്ട് മട. ഉടുമ്പിനുണ്ടാകും 2 ദ്വാരം. അപ്പൊ നമ്മൾ ഈ ദ്വാരത്തിലാന്ന് കരുതിയിട്ട് ഒരു വടി എടുത്തിട്ട് അതിലെങ്ങനെ പതുക്കെ ഉടുമ്പൊന്ന് അപ്പുറത്തുകൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉടുമ്പ് നമ്മുടെ കമ്പിയിൽ തറക്കാൻ വേണ്ടിയിട്ട് ഒരു കുത്തിയാല് മറ്റേ മാളത്തിലൂടെ മൂപ്പര് തടി സലാമത്താക്കി വേറെ മരത്തിന്റെ മേലെത്തിണ്ടാവും. പുറത്തേക്ക് വേറൊന്നാണ്, ഉള്ളില് വേറൊരു ദ്വാരാണ്. മുനാഫിക്കിന്റെ സ്വഭാവമാണ്. പുറത്ത് നല്ല സോപ്പിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റില്, ഉള്ളില് ഒരു ഈമാനുമില്ല, ഒരു ഇഖ്ലാസും ഉള്ളിലില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവന് മഹബത്ത് വെക്കാൻ കഴിയാത്തത്. മുത്തുനബി തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് കിറുകിറിയായി. ഒരു സ്വലാത്തും തസ്ലീമും ചൊല്ലിയാൽ അവനതാ മൂട്ട കടിക്കും പോലെയാണ് പെട്ടെന്നൊരു എണീറ്റ് പോകല്. സഹോദരങ്ങളെ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് പേടിയാണ്, ഒരു മദ്ഹ് ചൊല്ലിയാൽ അവന് പേടിയാണ്. സുബ്ഹാനല്ലാഹ്, സ്വലാത്തും മദ്ഹുമൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസും പ്രേരിപ്പിച്ച സുന്നത്തായ സംഗതിയല്ലേ. എന്തിനു പേടിക്കണം? കണ്ടില്ലേ നിങ്ങൾ, ചില സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ആള് റെഡിയാണ്. മരിച്ചാളെ 40 ഒരുമിച്ച് കൂടിയതാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ ആള് റെഡിയാണ്. ഭക്ഷണം കഴിച്ചിട്ടെങ്ങാനും ഒരു അൽഫാത്തിഹ എന്ന് വിളിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഒരു പടക്കം പൊട്ടുമ്പോൾ ഒരു പോക്കാണ്. എന്താ ഈ ഫാത്തിഹക്ക് പോയപ്പോ? എന്താ ഈ ദ്വാരക്കുന്നതിന് പോയപ്പോ? ഖബറിന്റെ പുറത്ത് ദ്വാരക്കാൻ പറ്റൂല. അപ്പൊ കാണാൻ തസ്ബീത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പതുക്കെ ഊരിപ്പോന്നു. തസ്ബീത്ത് ഒരു ദ്വാനല്ലേ? തസ്ബീത്തിൽ പറയുന്ന ദ്വാനല്ലേ? അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ. ദ്വാലത് അതിനർത്ഥം അല്ലാഹുവേ, ചോദ്യകർത്താക്കളായ മലക്കുകൾ വരുമ്പോ ഈ ഖബറാളിക്ക് നല്ല സ്ഥിരത കൊടുക്കണേ അല്ലാ, നല്ല ധൈര്യം കൊടുക്കണം ചോദ്യത്തിന് ഉത്തരം പറയാൻ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം നീ മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ,
അദ്ദേഹം കിടക്കുന്നത് ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ഭാഗത്തല്ലേ, രണ്ട് ഭാഗങ്ങളെയും വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, ഖബറാളിക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, എല്ലാ ഭയപ്പാടുകളിൽ നിന്നും എല്ലാ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് നീ സുരക്ഷിതത്വം കൊടുക്കണം, അഭയം കൊടുക്കണേ അല്ലാ. ഈ പറയുന്ന ആമീന്ന് പറയുന്നത് മാത്രമേ ദുആ ഉള്ളൂ? അങ്ങനെണ്ടാ? ആമീന്ന് ഇപ്പുറത്ത് പറഞ്ഞെങ്കിലേ ദുആ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആമീന്ന് പറയാതെ എത്ര ദുആ ദ്വാരക്കുന്നു? നിസ്കാരത്തിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി ദ്വാരക്കില്ലേ? അതിന് ബാക്കുന്നാരോ ആമീൻ 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 പറയണ്ട. ആമീന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ദുആ ഉള്ളൂ? അല്ല. തസ്ബീഹ് ചെല്ലുമ്പോ കാണാം ചില ആളുകളൊക്കെ നിൽക്കുന്നു, പിന്നെ ഒരു അൽഫാത്തിയെ വിളിച്ചാൽ കാണാം അവരൊറ്റ പോക്ക് പോണു. എന്താ ഫാത്തിഹ കുഴപ്പം? ഖുർആനല്ലേ ഒന്ന്? ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതണം, അത് സുന്നത്താണെന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച ഖബറെങ്കിൽ പാകപ്പെട്ട ഖുർആൻ ഓതണം. ഫാത്തിഹ ആണെങ്കിൽ ഫാത്തിഹ, യാസീൻ ആണെങ്കിൽ യാസീൻ, ഇഖ്ലാസ് ആണെങ്കിൽ ഇഖ്ലാസ്, ഏതാണോ എളുപ്പമായത് ഓതണം, ദ്വാരക്കണം. ഖബറിന്റെ അടുത്ത് നിന്ന് ദ്വാരക്കുന്നത് വലിയ കുഴപ്പമുള്ള സംഗതിയാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും എന്റെ അടുത്ത് വരുമ്പോ ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെട്ടു പോയി ദ്വാരക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എപ്പോഴാ പോകുന്നറിയോ? ആഖിറുൽ ലൈൽ, സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട്. സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീ', ആഖിറുൽ ലൈൽ രാത്രിന്റെ അവസാന സമയത്ത്, ഒരു ദിവസം മാത്രല്ല, എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രി ആഖിറുൽ ലൈൽ ജന്നത്തുൽ ബഖീയിലേക്ക് തങ്ങൾ പുറപ്പെടും. പുറപ്പെട്ടിട്ട് അവിടെ എത്തിയിട്ട് തങ്ങൾ മൊത്തമായി ദുആർക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലിൽ ബഖീ', ബഖീലുള്ള ആളുകൾക്ക് മൊത്തം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീയിലെ ആളുകൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നില്ലേ? ഒരു ദിവസം മാത്രമാണോ ദുആർന്നത്? അല്ല, ആവർത്തിച്ച് ആവർത്തിച്ച് ആ സിയാറത്തും ദുആവും നടത്തിയതല്ലേ. സഹോദരങ്ങളെ, ഇതൊന്നും എതിർക്കേണ്ട സംഗതിയല്ല, ഓടിപ്പോകേണ്ട സംഗതിയല്ല. ദീനിൽ സ്ഥിരപ്പെട്ട പൂർണ്ണമായും സുന്നത്തായ അമലുകളാണ്. സ്വഹാബിമാരും താബിയുകളും തബഉ താബിയുകളും നാളിതുവരെ ഉലമാഉം നിർവഹിച്ച് കാണിച്ചു തന്ന മഹത്തായ സുന്നത്തുകളാണ്. എതിർക്കേണ്ടതില്ല, തള്ളി പറയേണ്ടതില്ല. അങ്ങനെ തള്ളി പറയേണ്ട ഒരു സംഗതിയാണെങ്കിൽ നേതാക്കന്മാരായ ആൾക്കാരൊക്കെ മരിച്ചു പോയപ്പോ അവരെടുത്തുനിന്നൊക്കെ ദ്വാരന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഖത്തുമോദിയിട്ടുണ്ട്. വിദേഹത്തുകാരുടെ നേതാക്കൾ, ഞാൻ ഈ സദസ്സായതുകൊണ്ട് അവരെ പേരൊന്നും പരാമർശിക്കുന്നില്ല. അത് പറയുമ്പോ പറയാം, അത് നേതാക്കളായതുകൊണ്ട് റെസ്പെക്റ്റ് ആണ്. നേതാക്കൾക്ക് മാത്രം ഒരു സംഗതി സുന്നത്തും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സംഗതി വിദേഹത്തും, അതെന്ത് പരിപാടിയാ? പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റണ്ടേ? എല്ലാവർക്കും പറ്റുന്ന സംഗതി തന്നെയാണ്, അതിലൊന്നും ഒട്ടും സംശയമല്ല. സ്വഹാബത്ത് ദ്വാരുന്നില്ലേ, താബിയുകൾ ദ്വാരുന്നില്ലേ, എല്ലാ ഇമാമിങ്ങളും ദ്വാരുന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, മയ്യത്തിന്റെ അടുത്ത് നിന്ന് ദ്വാരക്കും, മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും മരിച്ചവരൊക്കെ സമാധാനിപ്പിക്കാൻ. ആരെങ്കിലും ദ്വാരക്കാണെങ്കിൽ ഒരൊറ്റ പോക്ക. എന്തിനാ പോണ്? പോകണ്ട, ആമീൻ പറഞ്ഞാ പോരെ. മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നിട്ടില്ലേ? മദീനയിലേക്ക് മക്കയിൽ നിന്ന് ആദ്യം ഹിജ്റ പോയ സ്വഹാബി ആരാ സഹോദരങ്ങളെ? മക്കത്തുനിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജ്റ പോയതിൽ മുഹാജിറുൽ അവ്വൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സലമ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവരാണ് ആദ്യത്തെ മുഹാജിർ. അവരെ മുമ്പ് മദീനയിലേക്ക് ആരും ഹിജ്റ പോയിട്ടില്ല. ആ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ വീട്ടിലേക്ക് കയറി വന്ന് മഹാനവറുകളുടെ ജനാസയുടെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, ഈ അബൂ സലമക്ക് നീ പൊറുക്കണേ അല്ലാ.
വർഫഅ ദറജതഹു ഇൻദക ഫിൽ മഹ്ദിയീൻ. മഹാനവറുകളുടെ ദറജ നീ വലിയ ഹിദായത്ത് നൽകി അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂട്ടത്തിലായി ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. സഹോദരന്മാരെ, മുനാഫിഖുകൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ളവരാണ്. അവരെ കൂട്ടത്തിൽ പെട്ടേക്കരുത്. അവരെ സ്നേഹിക്കാൻ ഈമാനുള്ളവർക്ക് കഴിയില്ല. വൽയഹൂദു ജൂതന്മാരാണ്. ജൂതന്മാരെ സ്നേഹിക്കാൻ കഴിയോ? എങ്ങനെ സ്നേഹിക്കാനാണ് അവരെ? നാട്ടിലേറ്റവും വലിയ നരനായാട്ട് നടത്തുന്ന കുഴപ്പം സൃഷ്ടിക്കുന്ന വിഭാഗം, അവരെ ശക്തി പൂർണ്ണമായും അള്ളാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. നിരപരാധികളെ കൊന്നൊടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവരെ മുന്നിലുള്ളൂ. പണ്ടും ഇപ്പോഴും എപ്പോഴും ആ രൂപത്തിലുള്ള ശത്രുതയിലായി ജീവിക്കുന്നവരും പെരുമാറുന്നവരുമാണവര്. അല്ലാഹുവേ, സാധുക്കളായ ആളുകളെ പീഡിപ്പിക്കുന്ന ഈ വിഭാഗത്തിന്റെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ലാഹ്. ജൂതന്മാര് അവർ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള വിഭാഗമാണ്. വൽ ഫുസാഖു ഫാസിഖീങ്ങൾ, വല്ലലമതു ളാലിമീങ്ങൾ അക്രമികൾ, വൽ മുബ്തദിഅതു ബിദ്അത്തുകാരെയും അതിൽ എണ്ണി. ഞാൻ എന്റെ വക എണ്ണിയതല്ല. ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറയുന്നു, അതേ വൽ മുറാദു ബിനഫീൽ വിജ്ദാൻ, അങ്ങനെ കണ്ടെത്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ വിജ്ദാനില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അവരോട് വിജിതാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നഫിയുൽ മവാദ്ദ, സ്നേഹിക്കാനൊക്കൂല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹു വറസൂല. ശരിയായ നിലക്ക് ഈമാനുള്ള മനുഷ്യൻ ബിദ്അത്തുകാരോട് സ്നേഹബന്ധം പുലർത്തൂല, അവരെ സ്നേഹിക്കാനൊക്കൂല. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യജ്തമിഉൽ ഈമാനു മഅ വിദാദി അദാഇല്ലാഹ്. അല്ലാഹുവിന്റെ ശത്രുക്കളോടൊപ്പം ഈമാൻ ഒരുമിച്ച് കൂടൂല. ഒന്നുകിൽ നീ ശത്രുക്കളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം നിൽക്കുക. അള്ളാഹുവിനോടും റസൂലിനോടൊപ്പമാണോ നിൽക്കുന്നത്, എന്നാ അവരെ എതിരാളികളായ ശത്രുക്കളായ ആളുകളെ സ്നേഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാളെ ഈമാൻ ശരിയായ ഈമാനാണെങ്കിൽ മൻ സ്വഹഹ ഈമാനുഹു വഅഖ്ലസ തൗഹീദഹു, ശരിയായ നിലക്കുള്ള തൗഹീദും ഈമാനുമാണെങ്കിൽ ലാ യഇനിസു ഇലാ മുബ്തദീൻ, മുബ്തദിയിലേക്ക് നേരം പോക്കിന് പോകൂല. ടൈം പാസിന് ആളെ കൊണ്ടുപോകുന്നത് ബിദ്അത്തുകാരനെയാകൂല. വലാ യുജാലിസുഹു, അവനോടൊപ്പം ഒരു സദസ്സ് പങ്കിടാനും പോകൂല. വലാ യുആകിലുഹു, അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കൂടൂല. വലാ യുശാരിബുഹു, അവനോടൊപ്പം വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനും കൂടൂല. വലാ യുസാഹിബുഹു, അവനോടൊപ്പം സഹവസിക്കാൻ കൂടൂല. വയൽഹറു മിൻ നഫ്സിഹിൽ അദാവത വൽ ബഗ്ളാ, അവന്റെ ഉള്ളിൽ നിന്ന് ബിദ്അത്തുകാരോട് അതേ ശത്രുതയും ദേഷ്യവും അവൻ പ്രകടിപ്പിക്കും. അത് ബിദ്അത്തിനോടുള്ള ദേഷ്യമാണ്, വ്യക്തിവിദ്വേഷമൊന്നും അവർക്കില്ല, ആർക്കുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. മഹാനവർകൾ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരു പ്രധാനപ്പെട്ട മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനല്ലേ. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഇല്ലാത്ത ഒരു കേസും പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടച്ച് കുറെ ആളുകൾ ആക്രമിച്ചു. 150 ആളുകൾ മാറി മാറി മഹാനവറുകളെ ചാട്ടവാറ് കൊണ്ടടിച്ചു. ഇല്ലാത്ത ഒരു വാദം കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് അതിൽ കുടുക്കിയിട്ട് വിദേഹത്തുകാരായ ചില ആളുകൾ ഭരിക്കുന്ന ആൾക്കാരോടൊപ്പം ചേർന്നുണ്ടാക്കിയ ഒരു സേവനാണത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എങ്ങനെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒപ്പിച്ച പണിയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അഹ്ലുസുന്നയുടെ വാദത്തിൽ നിന്ന് അളവ് വിട്ടുപോകാതെ ഉറച്ചു നിന്നു. സഹോദരങ്ങളെ, ജയിലിലുള്ള ആളുകൾ പോലും അമ്പരന്നുപോയി. 2 കൈയും 2 ഭാഗത്തേക്ക് കെട്ടിയിട്ട് ആദ്യഘട്ടത്തിലൊക്കെ ഷർട്ട് ധരിച്ച രീതിയിലായിരുന്നു ചാട്ടവാറ് കൊണ്ട് അടി. പിന്നീട് ഷർട്ട് ഊരിയ രീതിയിലാണ് ചാട്ടവാറ് കൊണ്ട് അടി നടന്നത്. ഒരു തുണി മാത്രം ഉടുത്തു നിൽക്കുമ്പോ ഉടുത്ത
തുണി അഴിയാൻ പോകുമ്പോ രണ്ട് കൈയും രണ്ട് ഭാഗത്തേക്ക് കെട്ടിയിരിക്കുകയല്ലേ? മുന്നിലുള്ളത് മുഴുവനും അക്രമികളല്ലേ? ആരാണ് തുണി ഉടുത്തു കൊടുക്കുന്നത്? തുണി അടിയാൻ പോകുന്ന നേരം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്തോ പറയുന്നത് അവർ കണ്ടു. പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തോ ഒന്ന് ചൊല്ലുന്നുണ്ട്. പെട്ടെന്നതാ തുണിയങ്ങ് മുറുകി ഉടുത്തൊടുക്കപ്പെട്ടു പോയി. ആരാണ് ഉടുത്തു കൊടുത്തത് എന്ന് കണ്ടില്ല. പിന്നീട് ആ തുണി ഒരിക്കലും അഴിഞ്ഞിട്ടില്ല. ശരിയായ രൂപത്തിൽ അവിടെ മുറുക്കി ഉടുത്ത് റെഡിയായി ഭദ്രമാക്കി പോയി. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായി മഹാനവറുകളുടെ വാദം ശരിയായ നിലക്ക് അംഗീകരിച്ച് കോടതി മഹാനവറുകളെ നിരപരാധിയായി ജയിലിൽ നിന്ന് മഹാനവറുകൾ മോചിതനായി പുറത്തു വരുമ്പോ തന്റെ അനുയായികളും കൂട്ടുകാരും മുഹിബ്ബീങ്ങളും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് വലിയ അംഗീകാരം അവിടുത്തെ ഗുരുവര്യനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജയിൽ മോചിതനായ ശേഷമാണ് ഷാഫി ഇമാം തങ്ങൾ കത്ത് കൊടുത്തയച്ചത് ശിഷ്യന്റെ കയ്യില്. ആ കത്തിങ്ങനെ പൊളിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വായിക്കുമ്പോ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്.